Good morning, dear students. Today I am here to discuss an important portion in the income tax. The topic is presidential status and incidence of tax. Income tax is levied on the total income of a person earned during the previous year. The total income is determined on the basis of residence of individual and the place of accrual and receipt of income. Under section 231, the term person includes individuals, HUF, FAME, company, AOP or BOI, local authority or any other artificial juridical person. So we have to determine the status of, the residential status of each and every person under section 231. First of all, let us examine how to determine the residential status of individuals. In the Income Tax Act, there are two sections relating to the residence of individuals, section 6.1 and section 6.6. Under section 6.1, there are two basic conditions. There are two conditions which are called basic conditions. Under section 6.6, there are two conditions which are called additional conditions. Then what are the basic conditions? The first basic condition is that the assessee has been in India for a period of 182 days or more during the previous year. The second basic condition is that the assessee has been in India during the previous year for a period of 60 days or more and has been in India for a period of 365 days during 4 years preceding the previous year. These two conditions are called basic conditions. അതായത് ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 6(1) പ്രകാരം രണ്ട് അടിസ്ഥാന വ്യവസ്ഥകളുണ്ട്. ഒന്നാമത്തേത് പ്രീവിയസ് ഇയറിൽ ഏറ്റവും ചുരുങ്ങിയത് 182 ദിവസമെങ്കിലും അസസ്സി ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ആ 182 ദിവസം എന്ന് പറയുന്നത് ഒരു സ്ഥലത്തായിട്ടാകാം, പല സ്ഥലങ്ങളിലായിട്ടാകാം, പല സമയത്തായിട്ടാകാം. അതിലൊന്നും കുഴപ്പമൊന്നും വരുന്നില്ല. സെക്കൻഡ് ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിൽ 60 ദിവസമെങ്കിലും ഇന്ത്യയിൽ ഉണ്ടായിരിക്കുകയും പ്രീവിയസ് ഇയറിന് മുൻപുള്ള 4 വർഷങ്ങളിൽ മൊത്തം 365 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരിക്കുകയും വേണം. ഈ 60 ദിവസവും 365 ദിവസവും ഒരു സ്ഥലത്താകണം നിർബന്ധമില്ല, ഒരു ഒന്നിച്ചാകണം നിർബന്ധമില്ല, പല സ്ഥലങ്ങളിലാകാം, പല സ്ഥലത്താകാം, ഇന്ത്യയിൽ ഉണ്ടായിരുന്നാൽ മതി. ഇതാണ് സെക്കൻഡ് ബേസിക് കണ്ടീഷൻ. വീണ്ടും അണ്ടർ സെക്ഷൻ 6.6 there are two additional conditions. The first additional condition is that he is resident in India. Once more, he is resident in India in 2 out of 10 years preceding the previous year. പ്രീവിയസ് ഇയറിന് മുൻപുള്ള 10 വർഷങ്ങളിൽ 2 വർഷമെങ്കിലും അയാൾ ഇന്ത്യയിൽ റെസിഡന്റ് ആയിരിക്കണം. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, റെസിഡന്റ് ആകണമെന്ന് വരികിൽ 6(1) അടിസ്ഥാന വ്യവസ്ഥകളിൽ ഒരെണ്ണമെങ്കിലും പാലിച്ചിരിക്കണം. അങ്ങനെ ആ 2 വ്യവസ്ഥകളിൽ ഒരെണ്ണമെങ്കിലും പാലിച്ചുകൊണ്ട് പ്രീവിയസിന് മുൻപുള്ള 10 വർഷങ്ങളിൽ 2 വർഷമെങ്കിലും ഇന്ത്യയിൽ റെസിഡന്റ് ആകണമെന്നുള്ളതാണ് ഒന്നാമത്തെ അഡീഷണൽ കണ്ടീഷൻ. രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ഹി ഹാസ് ബീൻ ഇൻ ഇന്ത്യ ഫോർ 730 ഡേയ്സ് ഡ്യൂറിങ് 7 years പ്രിസീഡിങ് ദ പ്രീവിയസ് ഇയർ. പ്രീവിയസിന് മുൻപുള്ള 7 വർഷങ്ങളിൽ മൊത്തം അയാൾ 730 ദിവസമെങ്കിലും ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അതും ഈ പറഞ്ഞതുമാതിരി ഒരുമിച്ചാകാം, പല പ്രാവശ്യമായിട്ടാകാം, ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലായിട്ടാകാം. അതിലൊന്നും യാതൊരു വ്യത്യാസവും വരുന്നില്ല. ഇതാണ് അഡീഷണൽ കണ്ടീഷൻസ്. വീണ്ടും ബേസിക് കണ്ടീഷനിലെ രണ്ടാമത്തെ കണ്ടീഷൻ പ്രീവിയസ് ഇയറിൽ 60 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതിന് 2 എക്സെപ്ഷൻ ഉണ്ട്. ഒന്നാമത്തെ എക്സെപ്ഷൻ, ഇൻ ദ കേസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഹു ഈസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ലീവ്സ് ഇന്ത്യ ഫോർ എംപ്ലോയ്മെന്റ് ഓർ leaves India for acting as a member of the crew of an Indian ship. ആ സാഹചര്യത്തിൽ the days of 60 should be replaced by 182 days. അതായത് ഒരു ഇന്ത്യൻ സിറ്റിസൺ ഇന്ത്യക്ക് വെളിയിൽ ജോലിക്ക് പോവുകയോ ഒരു ഇന്ത്യൻ ഷിപ്പിൽ ഇന്ത്യക്ക് വെളിയിൽ ജോലിക്ക് പോവുകയോ ചെയ്യുകയാണെന്നുവരികിൽ 60 ദിവസം പോരാ. ബേസിക് കണ്ടീഷൻ രണ്ടാമത്തതിൽ 182 ദിവസമെങ്കിലും അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അതുപോലെ
a person of Indian origin who was permanently residing outside India comes on a visit to India, in that case also 60 days should be replaced by 182 days. ഇന്ത്യൻ ഒറിജിനുള്ള ഒരു വ്യക്തിയാണ്, സ്ഥിരമായിട്ട് ഇന്ത്യക്ക് വെളിയിൽ താമസിക്കുന്നു, അയാൾ ഇന്ത്യയിലേക്ക് ഒരു വിസിറ്റിന് വരുന്നു. ആ സന്ദർഭത്തിലും 60 ദിവസം പോരാ, മറിച്ച് 182 ദിവസം അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം, അഡീഷണൽ കണ്ടീഷനിലെ ആദ്യത്തെ ഭാഗമനുസരിച്ച്. അപ്പോൾ ഈ പറഞ്ഞ ഇന്ത്യക്ക് വെളിയിൽ ജോലിക്ക് പോകുന്ന ഇന്ത്യക്കാർ, ഇന്ത്യൻ കപ്പലിൽ ഇന്ത്യക്ക് വെളിയിലേക്ക് ജോലിക്ക് പോകുന്ന ആൾക്കാർ, ഇന്ത്യക്ക് പുറത്ത് സ്ഥിരമായിട്ട് താമസിക്കുന്ന ആൾക്കാർ ഇങ്ങോട്ട് വിസിറ്റ് വരുമ്പോഴുമെല്ലാം സെക്കൻഡ് ബേസിക് കണ്ടീഷൻ പ്രസക്തിയില്ല, ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ഹി ഈസ് ഇൻ ഇന്ത്യ ഫോർ 182 days or more during the previous year. Then how to determine the residence of individuals? An individual may be either OR, that is ordinarily resident, or NOR, not ordinarily resident, or NR, non-resident. ഇപ്പോൾ റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി ഷോർട്ട് ഫോം ആണ് OR. റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിക്ക് ഷോർട്ട് ഫോം ആണ് NOR. നോൺ റെസിഡൻറ്റിന് ഷോർട്ട് ഫോം ആണ് NR. ഇപ്പോൾ OR ആകാം, NOR ആകാം, NR ആകാം. ഇനി എപ്പോഴാണ് ഒരു ഇൻഡിവിജ്വൽ റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ് ആകുന്നത്? An individual is said to be resident and ordinarily resident if he satisfy any one of the basic conditions, at the same time satisfy both the additional conditions. 6.1 രണ്ട് വ്യവസ്ഥകളിൽ ഒരെണ്ണമെങ്കിലും പാലിക്കുകയും 6.6 രണ്ട് വ്യവസ്ഥകളും പാലിക്കുകയും ചെയ്യുവാണെങ്കിൽ അയാൾക്ക് പറയുന്ന പേരാണ് റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ്, ഷോർട്ട് ഫോം OR. But if the individual satisfy any one of the basic conditions but fails to satisfy any one or both the additional condition, he is said to be NOR, resident but not ordinarily resident. On the other hand, if the individual does not satisfy any one of the basic conditions, he is said to be non-resident or NR. ഒന്നും കൂടി പറയുകയാണെന്ന് വരികിൽ, ഒരു ഇൻഡിവിജ്വൽ റെസിഡൻ്റ് ആയിരിക്കണം എന്ന് വരികിൽ അയാൾ 6.1 ഏതെങ്കിലും ഒരു വ്യവസ്ഥയും 6.6 രണ്ട് വ്യവസ്ഥയും പാലിച്ചിരിക്കണം. അയാൾ NOR ആകണമെന്ന് വരികിൽ 6.1 ഏതെങ്കിലും ഒരു വ്യവസ്ഥയെങ്കിലും പാലിക്കുകയും 6.2 ഒന്നോ രണ്ടോ വ്യവസ്ഥകൾ പാലിക്കാതിരിക്കുകയും വേണം. NR ആകണമെന്ന് വരികിൽ 6.1 രണ്ട് വ്യവസ്ഥകളും പാലിക്കാത്ത സന്ദർഭത്തിലാണ് NR ആവുക. ഈ 3 സ്റ്റാറ്റസ് അനുസരിച്ചാണ് ഇൻഡിവിജ്വലിൻ്റെ ഏതെല്ലാം ഇൻകം ഒരു പ്രീവിയസ് ഇയറിൽ അയാളുടെ ഇൻകത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തണം എന്ന് തീരുമാനിക്കുന്നത്. Then moving on in relation to HUF, Hindu undivided family. A Hindu undivided family means the family consists of all persons lineally descended from a common ancestor, including their wives and unmarried daughters. In India, there are 2 schools of Hindu law, Midashtra law and Dayabaka law. Under Midashtra law, a son acquires an interest in the ancestral property by birth. Midashtra law പ്രകാരം ഒരു പുത്രൻ ജനിക്കുന്നതോടുകൂടി തന്നെ അയാളുടെ പിതാവിൻ്റെ പാരമ്പര്യ വസ്തുക്കളിൽ മേൽ അയാൾക്ക് അവകാശം ലഭിക്കുന്നു. This law is applicable in most of the states of India. But under the Dayabaka law, son acquires an interest in the ancestral property only after the death of the father. പിതാവിൻ്റെ മരണശേഷം മാത്രമേ പുത്രന് അയാളുടെ പിതാവിൻ്റെ പാരമ്പര്യ സ്വത്തുക്കളിൽ അവകാശം ലഭിക്കൂ എന്ന് പറയുന്ന നിയമമാണ് ദായബക ലോ. 2-3 സംസ്ഥാനങ്ങളിൽ മാത്രമേ ആ നിയമം ബാധകമാകുന്നുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിക്ക് HUFന് 3 സ്റ്റാറ്റസ് ഉണ്ട് റെസിഡൻസ് അനുസരിച്ച്. നേരത്തെ ഇൻഡിവിജ്വലിൻ്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ OR ഉണ്ട്, NOR ഉണ്ട്, NR ഉണ്ട്. Then an HUF is OR, ordinarily resident, if the control and management of his affairs is situated wholly or partially in India, but the Karta, the head of the family, in his individual capacity satisfy both the additional conditions. അതായത് HUFൻ്റെ കൺട്രോൾ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഇന്ത്യക്കുള്ളിലായിരിക്കുകയും അതിൻ്റെ കാരണവർ കർത്ത
ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ 6 രണ്ട് വ്യവസ്ഥകളും പാലിക്കുകയാണെങ്കിൽ ആ HUF റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻറ്റ് ആയിരിക്കും. മറിച്ച് HUFൻ്റെ കൺട്രോൾ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഇന്ത്യക്ക് വെളിയിലായിരിക്കുകയും പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഇന്ത്യക്ക് ഉള്ളിലായിരിക്കുകയും അതിൻ്റെ കാരണവർ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ 1-2 വ്യവസ്ഥകൾ 6 പാലിക്കാതിരിക്കുകയും ചെയ്യുവാണെങ്കിൽ HUF is said to be resident but not ordinarily resident. Once more I repeat, an HUF is NOR if the control and management of the affairs are situated wholly or partially in India and the Karta in his personal capacity cannot satisfy any one or both the additional conditions under section 6.6. If the control and management is situated wholly outside India, the HUF is called non-resident or NR. ഇങ്ങനെ ഇൻഡിവിജ്വലിനും HUFനും 3 സ്റ്റാറ്റസ് വീതമുണ്ട്. ORO, NORO, NRO ആകാം. Then in the case of partnership business, 2 സ്റ്റാറ്റസേ ഉള്ളൂ, either resident or non-resident. A firm is resident if the control and management of its affairs are situated wholly or partially in India. The firm is non-resident if the control and management is situated wholly outside India. Once more, there are 2 status with regard to a partnership firm, either resident or non-resident. A firm is resident if the control and management is situated wholly or partially in India, and non-resident if the control and management is situated wholly outside India. Then in the case of a company, company has also 2 status, either resident or non-resident. A company, all of us know that, is an voluntary association of many persons who contribute money or money's worth into a common stock and employ it in some trade or business and who share the profit or loss arising therefrom. A company is resident company if it is an Indian company or the control and management, that is the place of effective management, short form POEM, is situated wholly in India. In any other case, the company is non-resident. ഒന്നുകൂടി നോക്കുക, ഒരു കമ്പനി റെസിഡൻ്റ് ആകണമെന്ന് വരികയിൽ എല്ലാ ഇന്ത്യൻ കമ്പനികളും റെസിഡൻറ്റ് കമ്പനിയാണ്. ഫോറിൻ കമ്പനി ആണെങ്കിൽ കൂടി അതിൻ്റെ POEM എന്ന് പറയും, ഷോർട്ട് ഫോമാണ് അത്. പ്ലേസ് ഓഫ് ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് പൂർണ്ണമായിട്ട് ഇന്ത്യക്കുള്ളിലാണെങ്കിൽ അത് റെസിഡൻറ്റ് കമ്പനിയാണ്. അല്ലാത്ത ഏത് സാഹചര്യത്തിലും ആ കമ്പനി നോൺ റെസിഡൻ്റ് ആയിരിക്കും. Then let us examine how to determine the residential status of association of person and a body of individuals. First of all, examine what is an association of person. What is BO, body of individual? What is the difference? An association of person is an association of 2 or more persons joined together to do some business and to share the income from that business. That is an association of persons as defined under section 231. 231-ൽ പേഴ്സൺസിനകത്ത് ഇൻഡിവിജ്വൽ ഉണ്ട്, HUF ഉണ്ട്, ഫേം ഉണ്ട്, കമ്പനി ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ പേഴ്സണും ഇതിനകത്ത് വരാം. ബട്ട് ബോഡി ഓഫ് ഇൻഡിവിജ്വൽ കൺസിസ്റ്റ് ഓഫ് a group of individual not for a common purpose but eventually for sharing the asset or income in a particular situation. For example, ഒരാൾ മരിക്കുന്നു, ആ മരിച്ച ആളുടെ പേരിൽ കുറേ സ്വത്തുക്കളുണ്ട്, അതിന് 4 അവകാശികളുണ്ട്. ആ 4 അവകാശികൾ കൂടി ഒരു അസോസിയേഷൻ, ഒരു ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ഫോം ചെയ്യുന്നു, എന്നിട്ട് അവർ ഷെയർ ചെയ്യുന്നു. അവരുടെ ആ ഇൻകം അസസ് ചെയ്യപ്പെടുന്നത് BOI എന്ന പേരിലായിരിക്കും. അതിൽ ഇൻഡിവിജ്വൽ മാത്രമേ മെമ്പറാകൂ, മറ്റ് പേഴ്സൺസിനൊന്നും മെമ്പറാകാൻ പറ്റത്തില്ല. വീണ്ടും അസോസിയേഷൻ ഓഫ് പേഴ്സണും ബോഡി ഓഫ് ഇൻഡിവിജ്വലിനും 2 സ്റ്റാറ്റസാണുള്ളത്, either resident or non-resident. AOP or BOI is resident if the control and management is situated wholly or partially in India. If the control is situated wholly outside India, it is non-resident. Then local authority, artificial juridical person, they have also 2 status, either resident or non-resident. They are resident if the control and management is situated wholly or partially in India. If the control is situated wholly outside India, they are non-resident.
These are the provisions regarding the residential status of different persons. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് ഒരു പേഴ്സൻ്റെ ടോട്ടൽ ഇൻകവും ടാക്സും കണ്ടുപിടിക്കുമ്പോൾ ഏതെല്ലാം ഇൻകം അയാളുടെ ഇൻകത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തണം എന്ന് തീരുമാനിക്കുന്നത് മുഖ്യമായിട്ടും 3 ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒന്ന് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, 2 പ്ലേസ് ഓഫ് റെസിപ്റ്റ്, 3 പ്ലേസ് ഓഫ് അക്രൂവൽ. അതെവിടെ സ്വീകരിച്ചു, ഇന്ത്യക്കുള്ളിൽ സ്വീകരിച്ചുവോ ഇന്ത്യക്ക് വെളിയിൽ സ്വീകരിച്ചുവോ, അതിപ്പോൾ എവിടെ ഉത്ഭവിച്ചു, എവിടെ ഏൺ ചെയ്തു, ഇന്ത്യക്കുള്ളിൽ ഏൺ ചെയ്തുവോ ഇന്ത്യക്ക് വെളിയിൽ ഏൺ ചെയ്തുവോ എന്നുള്ളതനുസരിച്ചാണ് ഇൻസിഡൻസ് ഓഫ് ടാക്സ് തീരുമാനിക്കുക. Then the next portion of this topic is incidence of tax, otherwise called chargeability to income tax, otherwise called scope of liability to income tax. ഇത് മൂന്നും ഒന്നാണ്. ഇൻസിഡൻസ് ഓഫ് ടാക്സ്, ചാർജബിലിറ്റി ടു ഇൻകം ടാക്സ്, സ്കോപ്പ് ഓഫ് ലയബിലിറ്റി ടു ഇൻകം ടാക്സ്, ഈ 3 ടേമുകളും പരസ്പരം മാറി മാറി ഉപയോഗിക്കുന്നതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 9 തരത്തിലുള്ള ഐറ്റംസ് ഉണ്ട്, 9 തരത്തിലുള്ള ഇൻകം ഉണ്ട്. ആദ്യമേ ഈ ഓരോ തരത്തിൽപ്പെട്ട ഇൻകത്തെ പറ്റിയും എന്താണെന്ന് നോക്കുക. ദ ഫസ്റ്റ് ഇൻകം ഈസ് കോൾഡ് ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ, വെദർ ഏൺഡ് ഇൻ ഇന്ത്യ ഓർ ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്കുള്ളിൽ ലഭിച്ച സ്വീകരിച്ച വരുമാനം അത് എവിടെ നേടിയതാണെങ്കിലും, ഇന്ത്യക്ക് വെളിയിൽ നേടിയതാണെങ്കിലും ഇന്ത്യക്കുള്ളിൽ നേടിയതാണെങ്കിലും അതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഇൻകം. ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ, വെദർ ഏൺഡ് ഇൻ ഇന്ത്യ ഓർ ഔട്ട്സൈഡ് ഇന്ത്യ. The second type of income is income deemed to be received in India, whether earned in India or not. ഇൻകം ഇന്ത്യയിൽ സ്വീകരിച്ചതായിട്ട് കണക്കാക്കപ്പെടുന്ന ഇൻകം അത് എവിടെ ഏൺ ചെയ്തതാണെങ്കിലും എവിടെ അക്രൂ ചെയ്തതാണെങ്കിലും അതാണ് സെക്കൻഡ് ടൈപ്പ് ഓഫ് ഇൻകം. ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ, വെദർ അക്രൂഡ് ഓർ എറൈസ്ഡ് ഇൻ ഇന്ത്യ ഓർ നോട്ട്. മൂന്നാമത്തത് ഇൻകം അക്രൂവ്ഡ് ഓർ എറൈസ്ഡ് ഇൻ ഇന്ത്യ, വെദർ റിസീവ്ഡ് ഇൻ ഇന്ത്യ ഓർ നോട്ട്. ഇന്ത്യയിൽ ഉത്ഭവിച്ചത്, ഇന്ത്യയിൽ ഏൺ ചെയ്തത്, പക്ഷേ അത് എവിടെ സ്വീകരിച്ചു എന്നുള്ളതിന് യാതൊരു പ്രസക്തിയുമില്ല. ഇൻകം എറൈസ്ഡ് ഓർ അക്രൂവ്ഡ് ഇൻ ഇന്ത്യ, വെദർ റിസീവ്ഡ് ഇൻ ഇന്ത്യ ഓർ നോട്ട്. നാലാമത്തത് ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ്, ഡീംഡ് ടു ബി അക്രൂവ്ഡ് ഓർ എറൈസ്ഡ് ഇൻ ഇന്ത്യ, വെദർ റിസീവ്ഡ് ഇൻ ഇന്ത്യ ഓർ നോട്ട്. ഇന്ത്യയിൽ ഉത്ഭവിച്ചതായിട്ട് ഏൺ ചെയ്തതായിട്ട് അക്രൂ ചെയ്തതായിട്ട് കണക്കാക്കപ്പെടുന്ന ഇൻകം അത് എവിടെ സ്വീകരിച്ചാലും, ഇന്ത്യയിൽ സ്വീകരിച്ചാലും ഇന്ത്യയിൽ സ്വീകരിച്ചില്ലെങ്കിലും. ദെൻ അഞ്ചാമത്തത്, അത് പറയുന്നതിന് മുമ്പായിട്ട് ആദ്യം പറഞ്ഞ 4 പോയിന്റ് ഒന്നുകൂടെ നോക്കുക. ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ, വെദർ ഏൺഡ് ഇൻ ഇന്ത്യ ഓർ നോട്ട്. ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ, വെദർ ഏൺഡ് ഇൻ ഇന്ത്യ ഓർ നോട്ട്. Income accrues or arises in India, whether received in India or not. Income deemed to accrue or arises in India, whether received in India or not. ഈ 4 തരത്തിലുള്ള ഇൻകവും എല്ലാ സ്റ്റാറ്റസ് ആണെങ്കിലും, OR ആണെങ്കിലും NOR ആണെങ്കിലും NR ആണെങ്കിലും അവരുടെ ഇൻകത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തണം. ഒന്നുകൂടി നോക്കുക. ഈ 4 തരത്തിൽപ്പെട്ട ക്ലാസ്സിൽപ്പെട്ട ഇൻകം, അതായത് income received in India, whether earned in India or not. Income deemed to received in India, whether earned in India or not. Income accrues or arises in India, whether received in India or not. Income deemed to accrue or arises in India, whether received in India or not. These incomes are to be included in the case of every person if he is ordinarily resident, not ordinarily resident or non-resident. ഇനി അഞ്ചാമത്തെ തരത്തിലുള്ള ഇൻകം എന്ന് പറയുന്നത് ഇൻകം റിസീവ്ഡ്, അക്രൂവ്ഡ് ഓർ അറൈസ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഫ്രം എ ബിസിനസ് ഓർ പ്രൊഫഷൻ കൺട്രോൾഡ് ഫ്രം ഇന്ത്യ ഓർ സെറ്റപ്പ് ഇൻ ഇന്ത്യ. ഇന്ത്യക്ക് വെളിയിൽ സ്വീകരിച്ചത്, ഇന്ത്യക്ക് വെളിയിൽ ഉത്ഭവിച്ചത്, ഇന്ത്യക്ക് വെളിയിൽ ഏൺ ചെയ്തത് അതെവിടെ നിന്നാണ്? ഫ്രം എ ബിസിനസ് ഓർ പ്രൊഫഷൻ controlled from India, business controlled from India or a profession set up outside India. അതാണ് അഞ്ചാമത്തെ ഇൻകം എന്ന് പറയുന്നത്. ഒന്നുകൂടി ഇപ്പോൾ നോക്കുക. ഇൻകം റിസീവ്ഡ്, അക്രൂവ്ഡ്, എറൈസ്ഡ് ഇൻ ഇന്ത്യ ഫ്രം എ ബിസിനസ് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ ഓർ എ പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ. ഈ ഐറ്റം ആ പേഴ്സൺ OR ആണെങ്കിലും NOR ആണെങ്കിലും ഉൾപ്പെടുത്തും, NR ആണെങ്കിൽ ഉൾപ്പെടുത്തുകയില്ല. NR ആണെങ്കിൽ ഉൾപ്പെടുത്തുകയില്ല.
ആറാമത്തെ ഐറ്റം, ഇൻകം റിസീവ്ഡ് ഓർ അക്രൂവ്ഡ് ഓർ അറൈസ്ഡ് ഈ ഔട്ട്സൈഡ് ഇന്ത്യ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ controlled from India, set up outside, controlled outside India or set up outside India. അതായത് ഇന്ത്യക്ക് വെളിയിൽ സ്വീകരിച്ചത്, ഇന്ത്യക്ക് വെളിയിൽ ഏൺ ചെയ്തത്, ഇന്ത്യക്ക് വെളിയിൽ ഉത്ഭവിച്ച ഇൻകം എവിടെ നിന്നുമാണ്? ഫ്രം എ ബിസിനസ് കൺട്രോൾഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഫ്രം എ പ്രൊഫഷൻ സെറ്റപ്പ് ഔട്ട്സൈഡ് ഇന്ത്യ. അത് ഓവർ ആണെങ്കിൽ മാത്രമേ ഇൻകത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തൂ. ആറാമത്തെ ഐറ്റം. ഏഴാമത്തെ ഐറ്റം, ഇൻകം റിസീവ്ഡ് അക്രൂവ്ഡ് റൈസ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഫ്രം എനി അതർ സോഴ്സ്, ഫ്രം എനി അതർ സോഴ്സ്. ഈ ബിസിനസ് ഓഫ് പ്രൊഫഷൻ അല്ലാതെ മറ്റേതെങ്കിലും ഇൻകം, HP ഇൻകമായിട്ടോ സാലറി ഇൻകമായിട്ടോ അതർ സോഴ്സ് ഇൻകമായിട്ടോ ഇന്ത്യക്ക് വെളിയിൽ സ്വീകരിക്കുന്നു, ഇന്ത്യക്ക് വെളിയിൽ ഉത്ഭവിക്കുന്നു. അങ്ങനെയാണെന്നുവരികിൽ ആ ഇൻകം ടാക്സ് ചെയ്യപ്പെടുന്നത് ഓവർ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. NR ആണെങ്കിലും NOR ആണെങ്കിലും ഇൻകത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്താൻ പാടില്ല. ഏഴാമത്തെ ഐറ്റം. എട്ടാമത്തെ ഐറ്റം, ഇൻകം ഏൺഡ് ഇൻ എ പ്രീവിയസ് ഇയർ ആൻഡ് ലേറ്റർ ഓൺ ട്രാൻസ്ഫേർഡ് ടു ഇന്ത്യ, റെമിറ്റഡ് ടു ഇന്ത്യ. പഴയ ഏതോ വർഷം, മുൻ വർഷങ്ങളിൽ ഏൺ ചെയ്ത വരുമാനം ഇപ്പോൾ ഈ വർഷം, ഈ പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ കൊണ്ടുവരുന്നു. അത് ഒരു കാരണവശാലും ഒരു പേഴ്സൻ്റെയും സ്റ്റാറ്റസ് എന്താണെങ്കിലും, ഓവർ ആണെങ്കിലും NOR ആണെങ്കിലും NR ആണെങ്കിലും ഉൾപ്പെടുത്തേണ്ടതായ ആവശ്യം ഇല്ല. എന്നോട് നോക്കുക, ഇൻകം earned in a previous year and later on remitted to India during the previous year is not taxable at all in the case of every person, whatever may be his residential status. The last one is untaxed past profit now brought into India during the previous year. That item is also not included in the case of OR, NOR or NR. അപ്പോൾ ആദ്യം പറഞ്ഞ രണ്ടെണ്ണം, പിന്നെ പറഞ്ഞ മൂന്നെണ്ണം, പിന്നെ പറഞ്ഞ രണ്ടെണ്ണം, അങ്ങനെ 9 തരത്തിലുള്ള ഇൻകം ഉണ്ട്. ആദ്യത്തെ 4 ഐറ്റം ഓവർ ആണെങ്കിലും NOR ആണെങ്കിലും NR ആണെങ്കിലും ഉൾപ്പെടുത്തണം. അഞ്ചാമത്തെ ഐറ്റം ഓവർ ആണെങ്കിലും NOR ആണെങ്കിലും ഉൾപ്പെടുത്തണം, NR ആണെങ്കിലും ഉൾപ്പെടുത്തേണ്ട. 6ഉം 7ഉം ഐറ്റം ഓവർ ആണെങ്കിൽ മാത്രം ഉൾപ്പെടുത്തണം, NOR ആണെങ്കിലും NR ആണെങ്കിലും ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. 8ഉം 9ഉം ഐറ്റം ഈ 3 സാഹചര്യത്തിലും ഓവർ ആണെങ്കിലും NOR ആണെങ്കിലും NR ആണെങ്കിലും ഉൾപ്പെടുത്തേണ്ടതായ ആവശ്യമില്ല. These are the points to be remembered for understanding clearly what is the scope of liability to income tax or the incidence of tax. നമുക്കറിയാം, പല ആളുകളും ഇന്ത്യക്ക് വെളിയിൽ പോയി ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. പല ആളുകളും ഇന്ത്യക്ക് വെളിയിൽ പോയി ബിസിനസ് ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ആ ഇൻകം അവരുടെ ഇൻകത്തിൻ്റെ കൂടെ ഇവിടെ ഇന്ത്യയിൽ ഉൾപ്പെടുത്തണമോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നത് അവരുടെ സ്റ്റാറ്റസ് അനുസരിച്ചാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ 4 ഐറ്റം, ഫസ്റ്റ് വൺ ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ, സെക്കൻഡ് വൺ ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ, തേർഡ് വൺ ഇൻകം അക്രൂഡ് ഓർ അറൈസ്ഡ് ഇൻ ഇന്ത്യ, fourth one income deemed to accrue arises in India. These incomes are to be included in the case of every person, whatever may be his status, whether OR, NOR or NR. But in the case of fifth item, income received, accrued, arised outside India from a business controlled from India or a profession set up in India is taxable in the case of OR and NOR, not taxable in the case of NR. Sixth item, income received, accrued, arised outside India from a business not controlled from India or a profession set up outside India is taxable only in the case of OR, not in the cases of NOR and NR. Seventh item, income received or accrued or arised from any other source other than business income, professional income, it is taxable only in the case of OR, not in the case of NOR and NR. Last 2 items, that is income earned in a previous year, later on remitted to India, and past untaxed profit in foreign country now remitted to India is not taxable in the case of every person, whatever may be his residential status. Thank you.